എന്താ സീക്രട്ടും ചോദിക്കാത്ത എന്ത് നായികയാണെന്നാണോ കൂടെ ഒരിക്കലും പറയില്ല. അതേ അല്ല സീക്രട്സ് പറയത്തില്ലല്ലോ. അതെ നായികൻ തന്നെയാണ് കാര്യം. എന്റെ നായികമാർ അങ്ങനെ കുട്ടിയുടെ സീക്രട്ട് ചോദിച്ചാൽ തിരിച്ചും പറയണ്ടേ എന്റെ നായകൻ പറയാ. പറയണോ? നിർബന്ധമാണെങ്കിൽ പറയാം. പറ. ഭയങ്കര ഫാൻ ബേസ് ആയി പറഞ്ഞ പോലെ. നിങ്ങളുടെ പല വീഡിയോസും വൈറലാണ്. ഞങ്ങൾ ഒരിടയ്ക്ക് നിങ്ങളുടെ റൊമാൻറ്റിക് സോങ് ഭയങ്കരമായിട്ട് മില്യൻസ് അടിച്ചു. ഇപ്പൊ കഥ എവിടെ എത്തി നിൽക്കുന്നുണ്ട് നിങ്ങളുടെ സീരിയലിലെ കഥ? ഇപ്പം ഉള്ളില് നിങ്ങൾ ഒന്നിക്കുവോ അവസാനം? അതെ തീർച്ചയായിട്ടും. ഗീതാ ഗോവിന്ദം എന്ന് പറയുന്ന സമയത്ത് അത് അതിനകത്ത് ഒന്നിക്കണമല്ലോ. അത് എപ്പോഴെങ്കിലും അത് എപ്പോ ആവും എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിലോട്ട് വരുന്ന ഒരു യാത്രയാണ് അതിന്റെ അകത്തൊരു പ്രശ്നങ്ങൾ. ആ വൃത്തികെട്ടവൻ ചേട്ടാ ഇപ്പൊ മാറി കഥയിൽ നിന്ന്. അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്ന ഘടകമല്ല അത്. അവനൊരു 10 ഇടിയും കൂടെ കൊടുത്തിട്ട് ഇപ്പൊ എന്തായാലും ഇപ്പൊ കഥ ഇപ്പം എന്താ പറയാ, എന്റെ മനസ്സിൽ പ്രണയമുണ്ട്. പക്ഷെ എനിക്കത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ദേഷ്യമാണ്. ഇനിയിപ്പോ ഇവളെ കല്യാണം ജീവിതത്തിൽ ഒരിക്കലും കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അവളുടെ മനസ്സിൽ ഇപ്പോ എന്താ പറയുക, പ്രണയം തോന്നിക്കാൻ വേണ്ടിയിട്ട് പല ഭാഗത്തു നിന്നുള്ള പ്രഷറിൽ നിൽക്കുകയാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും അറിയാം ഗീതാ ഗോവിന്ദം എന്ന് പറയുമ്പോൾ ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും കഥയാണ് എന്നെങ്കിലും അവർ ഒന്നിക്കും. പക്ഷെ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ചില അമ്മമാരൊക്കെ എന്നോട് ചോദിച്ചു അവർക്ക് കുട്ടികൾ അടുത്തെങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ചോദിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഒരു കൊല്ലം ആവുന്നു ഗീതാ ഗോവിന്ദം തുടങ്ങിയിട്ട്. ഈ നെക്സ്റ്റ് മന്ത് 13th ഒരു കൊല്ലം ആവും. ഇപ്പൊ ഇതുവരേക്കും നമ്മൾ ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നല്ലാതെ ഇതുവരെ അങ്ങോട്ട് സ്നേഹിച്ചു തുടങ്ങിയിട്ടില്ല. അതില് പ്രേക്ഷകർക്ക് ഒരുപാട് പരാതിയുണ്ട്. അതുകൊണ്ട് ഈ കുട്ടിയുടെ കാര്യമായിട്ട് ബന്ധം എനിക്ക് മനസ്സിലായില്ല. അവൻ ചോദിച്ചതല്ലേ നിങ്ങക്ക് എന്താ കുട്ടി ഉണ്ടാവും, അല്ല അതിപ്പോ പറഞ്ഞതിനകത്ത് എനിക്ക് ബന്ധം റിലേഷൻ കിട്ടിയില്ല. ശരി. ഇതിപ്പോ താങ്കളുടെ ഫസ്റ്റ് സീരിയല് ചേട്ടൻ ഇവിടെ വർഷങ്ങളായിട്ട് നായകനായിട്ടും വില്ലനായിട്ടൊക്കെ ഇങ്ങനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് സീരിയൽ ഇറങ്ങിയതിനു ശേഷമേ സീരിയലിന്റെ ഒരു എഫക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർ ഏറ്റെടുക്കും. എങ്ങനെയുണ്ട് ആഫ്റ്റർ എഫക്ട്സ് സീരിയൽ ഫസ്റ്റ് സീരിയൽ കഴിഞ്ഞതിന് ശേഷം? ഞാൻ ഇതിനു മുമ്പ് ഒരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നത് വളരെ ചുരുക്കമാണ്. പക്ഷെ ഈ സീരിയലിൽ വന്നതിന് ശേഷം എവിടെ പോയാലും ഗീതു മോളെ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരാത്ത അമ്മമാരില്ല. അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സിലായാലും ഗീതു ചേച്ചി ആമ്പിള്ളേരുടെ ഇടയിൽ എനിക്കറിയില്ല, ഞാൻ മാരീഡ് ആയതുകൊണ്ട് അധികം ആൾക്കാർ വരാറില്ല. പക്ഷെ അല്ലാതെ അമ്മമാരും അനിയത്തിമാരും ചേച്ചിമാരൊക്കെ വിളിച്ചുകൊണ്ട് വരാറുണ്ട്. ഒരുപാട് റെസ്പോൺസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ നമുക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് പറയാറുണ്ട്. അത്രയ്ക്ക് ആൾക്കാർ ഏറ്റെടുത്തു എന്നുള്ളൊരു കാര്യമുണ്ട്. ഈ എല്ലാരും ചോദിക്കുന്നത് ഈ പല്ല് ഇഷ്ടമാണെന്നാണ്, പല്ല് അടിച്ചിറക്കണമെന്നാണ്. ഞാനും ഇതുവരെ ചോദിച്ചിട്ടില്ല. പല്ലിന് ഭയങ്കര ഫാൻസ് ഉണ്ട്. അതാണ് എന്താ സംഭവം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അടിച്ചിറക്കണമെന്നുണ്ടായിരുന്നു. ഇളക്കരുത് എന്റെ വീട്ടുകാരും പറഞ്ഞു, എന്റെ കെട്ടിയവനും പറഞ്ഞു, ഇപ്പൊ കൂടെ ഉള്ളവരും പറയുന്നത് കൊണ്ട് ഞാൻ അതങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരുപാട് ഇത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, ഇഷ്ടമില്ലാത്തവരും ഉണ്ട്. നൂബിൻ ജോണി വീട്ടിലുണ്ട്. കള്ളം പറയരുത്. എന്ത്? അവൻ ജിമ്മിലാണ്. നമ്മളിപ്പോ വിളിച്ച് പറഞ്ഞല്ലോ, നമ്മൾ തിരിച്ച് പോകുമ്പോ ജിമ്മിലാണ്. എനിക്ക് എന്നെ അവിടെ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ എനിക്കൊരു ആളെ പരിചയപ്പെടുത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ. ചേട്ടാ ഇപ്പൊ നിങ്ങളുടെ ഇന്റർവ്യൂസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പുകഴ്ത്തല. എന്റെ നായിക ഇങ്ങനെയാണ്, ചേട്ടൻ ഭയങ്കര സഹായമാണ്, ചേട്ടൻ കുറെ ഇംപ്രൂവൈസേഷൻ ചെയ്യാൻ വേണ്ടി കുറെ കാര്യങ്ങൾ കൊടുക്കുന്നു. ഇനി അതൊന്നും കേൾക്കണ്ട, നിങ്ങളെ പറ്റി നല്ല കാര്യങ്ങളൊന്നും കേൾക്കണ്ട. പരസ്പരം ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ എന്താ സെറ്റിലുള്ള സമയത്ത്? എന്നും ഒരു ഒരു കിൻഡൽ കണക്കിന് ഉപദേശമായിട്ട് വരും. ഒരു കിൻഡൽ കണക്കിന് ഉപദേശം. എന്തുകൊണ്ട്? അതാണ് അതിനകത്തുള്ള എന്റെ കാര്യം. ശരി, ഞാനൊരു ബിഗിനറാണ്. ബിഗിനറിന്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും സ്ട്രഗിൾസ് ഉണ്ട്. പ്രാക്ടീസ് ഇല്ലല്ലോ. അപ്പൊ എനിക്ക് ചൂടൊക്കെ എടുക്കും. ഒന്നാമത് ഇവിടെ ഭയങ്കര ചൂടാണ്. അപ്പം ഇത്രയും ലൈറ്റ്സ് എല്ലാം വെച്ച് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ സീൻസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വേർക്കും. നമുക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല, ചെയ്താലേ പറ്റൂ. അപ്പൊ ഞാൻ ചൂടെടുക്കുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ഒരു സമാധാനത്തിന്. അതൊരു കുറ്റമാണോ? അതിന് അപ്പൊ തുടങ്ങും, നീ എവിടെ ഉണ്ടായത്, നീ അങ്ങ് AC ചൈനയിൽ അങ്ങ് AC വെച്ചുണ്ടായത്, ഇങ്ങനെയാ എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ്, നിനക്ക് ഇതൊന്നും അനുഭവിക്കാത്തോണ്ടാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഫോൺ എടുത്ത് കുത്തിയിട്ട് ചൈനയിലെ 10 ഫോട്ടോ കാണിച്ചിട്ട് മഞ്ഞിന്റെ ഇടയിൽ ഞാൻ ഇവിടെയാണ് ജനിച്ചത്, ഞാൻ ഇവിടെയാണ് വളർന്നത്, അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ചുമ്മാ. എന്നിട്ട് പറഞ്ഞു ചൂട് സഹിക്കാൻ പറ്റാത്ത കല്യാണം കഴിച്ചത് മൂന്നാറിലുള്ള ചെറുക്കനെയാണ്. കറക്റ്റ് ആണ്.
അതെ ഇതൊക്കെ ചുമ്മാ പറയുന്നതാ. ഇങ്ങനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ കല്യാണം കഴിച്ചത് പോലും മൂന്നാറിന്നാണ്. പറയുന്നത് ശരിയാ. കറക്റ്റ് ഇങ്ങനെ അല്ലേ? ഞാൻ ഒരു കാര്യത്തിന് വാ പൊളിക്കാൻ പറ്റത്തില്ല. അപ്പോഴേ കൗണ്ടർ അടിച്ച് വാ അടയ്ക്കും. എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് അവസാനം ഞാൻ സഹിയായിട്ട് സാധിച്ചേട്ടാ ഇനി മതി, ഇനി ചിലപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോകും.